സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എഫേർട്ടിലേക്ക് വന്നുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പൊക്കെ വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല രസമായിട്ട് തോന്നുന്നു. 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ ഉണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ളതെങ്കിൽ ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും. ഇതുള്ള അവാർഡ് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു പറ്റം സാധാരണക്കാരോടൊപ്പമാണ് എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോ എന്റെ വീട്ടിലുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ലാന്ന് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല കുറെ വളരെ സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് തന്നെ ചെറുപ്പം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയുടെ യാതൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയുടെ ഒരു ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിനകത്ത് ഞാൻ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കാൻ നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും ആളുകളുണ്ട്. അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയതില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷേ ഈ ഇമാജിനേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മള് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയും മനസ്സിൽ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വൽ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരും പ്രോസസ് ഓരോന്നായിരിക്കും. അല്ല, ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ഡെയിലി പഠിക്കുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാൾ വെച്ച് പറയുമ്പോൾ അവനപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന് ഇൻഡയറക്ട്ലി ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ള ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് പോകുന്നത്. അപ്പൊ അതാണ് ആ ഒരു മൊറാലിറ്റി, മോറൽ ഒബ്ലിഗേഷൻ ഒക്കെ ഇയാൾക്ക് ആ സമയം ആകുമ്പോഴത്തേക്കും വന്നു എന്നുള്ളതാണ് ആ സിനിമ മനസ്സിലാക്കുന്നത്. അതിനെന്ത് ഇഷ്ടപ്പെട്ട കഞ്ഞിമാരും ഇഷ്ടമല്ല, അതൊക്കെ കഴിക്കാറില്ല. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ളതാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ടുള്ള ഒന്നിനാണ് കിട്ടുള്ളൂ. ഡേവിഡ് പഠിക്കല് നമ്മളത് മനഃപൂർവ്വം സാധനം ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുകയും നമ്മൾ തന്നെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നതല്ല. ഡേവിഡ് പഠിക്കലിനെ ഞാൻ മനസ്സിലാക്കിയതുള്ളത് ഒരു മോശം നടനോ മോശം വ്യക്തിയുമല്ല, കയ്യിലിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞത് അടുത്ത ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവിടുന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ കൊണ്ട് അതിൽ തന്നെയാണ് എന്റെ അതും എന്റെ ഇന്നലെ ആദ്യമായിട്ട് കാണും. ഇതിനൊപ്പം ഞാൻ സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം എങ്ങനെ ഞാനെന്ന ആക്ടറെ എനിക്ക് ഈ പോളിഷ് ചെയ്ത് ചെയ്യാന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളാണ്. എനിക്ക് അതിന്റെ ടെൻഷൻ ഇല്ല, ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് പഠിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റുപാടൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോവാതെ നമ്മളുടെ ചിന്തകളൊക്കെ എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാനായിട്ട് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അത് ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേകം എടുത്തു വെക്കുമോ എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളും ഉപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്കറിയാൻ പാടുള്ള അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയ് ആണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ
വേണ്ടി തോന്നുന്നത് ആദ്യമേ പറയാൻ പറ്റായിരിക്കും. പക്ഷെ ചോദിച്ചാൽ ഞാൻ അപ്പൊ സത്യമേ പറയില്ലേ, സത്യമേ പറയൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് മറ്റേ പ്രോപ്പർ ഒരു സുഹൃത്ത്, അതുപോലെ എപ്പോഴും എന്ത് കാര്യങ്ങളും പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലല്ലേ. ബാലൻസിന്റെ ഇത് അവരുടെ വേറെ ആക്ടേഴ്സിന്റെ പറയുന്നത്, ആയുഷ്മാൻ ഖുറാന പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട. അപ്പോഴല്ലേ റിലേറ്റബിൾ ആയിട്ട് തോന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനത്തെ സിനിമകൾക്ക് കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിയാണ്. നമുക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മളത് അങ്ങനെ പറയുന്നില്ല, കലണ്ടിലൂടെ അഭിനയിക്കുന്നതാണ് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓൺ സ്ക്രീൻ കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കരയുന്ന സീനുകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക്കാണ് സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. തന്നെയാണ് ഈ പറഞ്ഞ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നതിനോട് നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയുക, ആക്കാന്ന് അതറിയാത്തതാണ്. എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആവുന്ന തോന്നിയത് തന്നെയാണ്. അല്ലാണ്ട് അതിന്റെ ബാലൻസിന്റെ ആവശ്യമില്ല. നമുക്ക് ആയുഷ്മാൻ ഖുറാന സിനിമ കണ്ടിട്ടാണ് നമ്മുടെ പേര് പറഞ്ഞത്. അതല്ല, അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയിൽ ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗബികയുടെ ക്യാരക്ടർ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെയും നല്ല ക്വാളിറ്റീസ് അങ്ങനെ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മളോട് പറയുന്നതാണ്. നമുക്കിടയ്ക്ക് അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളെ ദൈനംദിന സംസാരിക്കുന്നത് നമുക്ക് അറിയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. സജീവമാണെന്നതിന്റെ ഏറ്റവും വലുതാണ് ജീവിതം. അയാം തോണി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അഭിനയിക്കാൻ പറ്റുന്ന അവസരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സമുദായമാണ് ഈ സിനിമയുടെ കഥയുടെ തുടക്കം. ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതൊന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എന്നോട് ചോദിക്കാറുള്ളൂ. പിന്നീടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോ സച്ചി എന്ന എൻ്റെ സുഹൃത്തുക്കളെ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത് വിശ്വസിക്കുന്ന അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണം കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനർ വലിയൊരു പുഷ്പ വലിയൊരു ബാനറിന്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നു. ഒരു വലിയ സപ്പോർട്ട് അതിന്റെ പുറകെ സംവിധായകന് മാത്രമല്ല, എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരെ മിത്രത്തിലല്ല സൗകര്യം എല്ലാവരും. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ട്, അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും ഞാൻ കൂടുതൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീനിൽ ഒരു കാര്യം പ്രൊവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിന്റെയും എല്ലാ വലിയ നടന്മാരുടെയും പുറകെയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് സിനിമയിൽ പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റൊരു സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പോലെ. കാരണം അത് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുന്ന പോലെ അല്ല. അവരുടെ പിന്നിൽ രാത്രി പകരമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെയൊക്കെ അടുത്ത വിളിച്ചുണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും എല്ലാം ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലുള്ള ചെറിയ ഇംപ്രവൈസേഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിലോട്ട് ആയിരുന്നു തന്നെയാണ്.
അങ്ങനെ നമ്മള് അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതിപ്പോ ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട് ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്. പക്ഷെ ചേട്ടൻ കിട്ടിയ ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ ചെയ്തിരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യം ഇവിടത്തിന്റെ തുടക്ക സമയത്ത് ബാലുവിന്റെ എപ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അതുകൊണ്ട് ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെയും മനസ്സിലാക്കി കുറച്ചുകൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി അതിനെ ഇൻവോൾവ് ആയിട്ട് അഭിനയിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ 3 സിനിമയൊക്കെ ഹിറ്റ് ആയ ഒരാളായിട്ട് അത്ര മോശം ആക്ടർ അല്ല, ഒരു ഓക്കെ ആക്ടർ. അയാളുടെ ഭാഗത്തിൽ അത് എഫേർട്ടാണ്. ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനോട് ഞാൻ മോശമാക്കി ചെയ്യാനായിട്ടല്ല, എന്നാലും അത് അത്ര ഭയങ്കര എഫേർട്ട് ഇല്ലാതെ ഒരു സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളായിരുന്നു. അവസാനിക്കാകുമ്പോഴേക്കും പുള്ളിയുടെ ശ്രദ്ധയിലേക്ക് മാത്രം വന്നതിനോട് പുള്ളി പൂർണ്ണമായിട്ടും അർപ്പിച്ച് അതിന്റെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അയാൾക്ക് പെട്ടെന്ന് ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സക്സസ് വന്നു. അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല. പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തികഞ്ഞൊരു ആക്ടറായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിനൊക്കെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുന്നതല്ല. അതല്ല ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടപ്പിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങനെ മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എനിക്ക് ചിലപ്പോ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഞാൻ എന്നെ പറഞ്ഞറിയാത്തവർക്ക് ഞാൻ മാറി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതൊരു വ്യക്തിയായിക്കോട്ടെ ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടുള്ളൂ. മാറിപ്പോയിട്ട് പറയാനായിട്ട് അയാൾ മുൻപരിചയം വേണം. അപ്പൊ അതെനിക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ 3 സിനിമകളൊക്കെ അയാളെ ഹിറ്റ് ആയത് അയാളെ ആ സമയത്ത് എഫോർട്ടായിരിക്കും. ആ സമയത്ത് അയാള് കുറച്ചുകൂടെ ആളുകളുടെ ഇടവേള അടുത്ത ഇടവേളയിൽ ജീവിച്ചിരുന്ന റിയാലിറ്റിയിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതുമായിട്ട് തന്നെ ജീവിതകാലം മുന്നോട്ട് പോകാനുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലോകമാർഗമൊക്കെ മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞൊരു തമാശയൊക്കെ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാളെ എഫേർട്ട് മാത്രമായിട്ടുണ്ടാവില്ല. അന്നത് മതിയായിരുന്നു. പിന്നീട് നമുക്ക് സിനിമ മാറി കാലം മാറിയ സമയത്ത് പഠിക്കലിന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളെ കണ്ടുപോലെയായിട്ടുള്ള ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത സിനിമയെ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന അങ്ങനെയായിരിക്കും. ഈ സൗന്ദര്യ സിനിമയുടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പഠിക്കലിന് ഈ സാധാരണക്കാരായിട്ട് കണക്ട് മിസ്സാവുന്നു, എൺപതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കരൺ മാർക്കറ്റ് നടത്തുന്ന പോലെ നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയും. ഇപ്പൊ അവർ പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ഇപ്പൊ ബുള്ളറ്റിന് ബാറ്ററി പോലും ഇല്ല, അത് ഉന്തി സ്റ്റാർട്ട് ചെയ്യുന്ന ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയുമോ പൈപ്പിനടി കൊണ്ടുപോയി കഴിയുള്ളത് പറഞ്ഞപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനോ ഉണ്ട്. ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്. അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിനർത്ഥം ആ ടോവിനോ എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു പറ്റും സാധാരണക്കാരോടൊപ്പമാണ് എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമ മേഖലയുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ എന്റെ വീട്ടിലുള്ളത്.
അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്നെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല കുറെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ല, സിനിമയിലെ സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയുടെ യാതൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയ ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിനകത്ത് ഞാൻ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. പഴയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ തന്നെയാണ് കാണാം. നിങ്ങളും തന്നെ കുറെ കാലമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഈ സിനിമയ്ക്കുള്ള സിനിമ റെഫറൻസുകൾ ഭയങ്കര സാധാരണയാണ്. പക്ഷെ അത് പോസ്റ്റ് ആവരുത് എന്നുള്ളൊരു നമുക്കൊരു ഇൻട്യൂഷൻ ഉണ്ടാവും. ഈ നിങ്ങളുടെ റെഫറൻസ് പോസ്റ്റ് ആവരുത് എന്നുള്ളത് ആദ്യ തീരുമാനമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ അതായത് പക്ഷെ എനിക്ക് ഭയങ്കര രസം തോന്നി. ആ മൊമെന്റിൽ അത് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാല് അതിന്റെ ഒരു എന്താ പറയാ ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം മിന്നൽപുള്ളി ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ അതൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ സ്പോയിലറാണ്. അപ്പൊ എനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. ഒരിക്കലും ഒരാളെ ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി ഇത് ഞാനാണോ. എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഒരു സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോ ഇത് എല്ലാ ആൾക്കാരുടെയും കുറച്ചുണ്ട്. അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യില്ല. ഇല്ല, ഒരുപക്ഷെ ഞാൻ ജനിച്ചത് വളർന്നിട്ട് മദ്രാസിലാണ്. ഈ കോടമ്പാക്കം ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്റ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അത് ശരിക്കും സുബിതൊക്കെ ആയിരിക്കും അതിന് ഉത്തരം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. സൗബിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പിനേഷൻ ഫിലിം വരുന്നത് ഈ സിനിമയിൽ തന്നെയായിരുന്നു. സൗബികയോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളിയും വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയുക സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാള് ഇപ്പൊ ഒരു ആക്ടിങ് ട്രെയിനിൽ വരുന്ന സമയത്ത് അയാൾ എല്ലാം തികഞ്ഞ ഒരു അങ്ങനെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നുമല്ല അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാൾ സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാളുടെ തമാശക്ക് പുറത്തുപെടുന്നു അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമ്മൾ ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗബിക നല്ല ഇന്ത്യയിലോട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇതിന് നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗബിയുടെ വർക്ക് ചെയ്യുന്നത്. ഡേവിഡ് വളരെ മോശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ വരാൻ ശ്രമിക്കുന്നത്. അയാൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഉള്ളൊരു ദുരുദ്ദേശത്തോടുകൂടിയിട്ടാണ് അയാൾ ആ സീനിൽ അത് വിളിക്കുന്നത്. അത് ഡേവിഡ് എന്ന് പറയുന്നതിന് നമ്മൾ വിളിക്കുന്നത് അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ ഞാൻ പറയണം. ആ ഒരു വാക്കിന്റെ കാര്യം പറയുന്നത് ആ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കോ അല്ല. അങ്ങനത്തെ ഒരു പ്രീകൺസീവ് നോഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്നു ആ ക്യാരക്ടർ അത്ര എല്ലാം തികഞ്ഞതല്ല. അതുകാരണം അവൻ പല മോശം കാര്യങ്ങൾ പറയും. അതെങ്ങനെയാണ് നമ്മൾ തുറന്നുകൊണ്ട് കാണിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും അയാൾ അതിന്റെയൊക്കെ റിഡംഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഇതൊരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മൾ എന്ന് വെച്ചാൽ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു
തോട്ട് പ്രോസസ് എന്നാണ് നമ്മുടെ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പോൾ സ്ഥിര പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോട്ടിലാണ് ഈ സിനിമ വീണ്ടും വീണ്ടും കാണാൻ ഒരു വൺ ടൈം വാച്ച് അല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ, അതായത് നമ്മൾ ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നതും തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ സിനിമയുടെ വിജയമായിട്ട് കരുതുന്നു. രജിസ്റ്ററിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീന്നും ഫ്യൂഡൽ മാണവീന്നൊക്കെ വിളിപ്പിക്കാൻ അത് ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുള്ളി വളരെ സ്പോർട്ടിയായിട്ടാണ് എടുത്തത്. അത് എന്താ പറയുക, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല, പുള്ളിക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എൻജോയ് ചെയ്താണ് പുള്ളിയെ ക്യാരക്ടർ ചെയ്തത്. ഹാപ്പി ആയിരുന്നോ അങ്ങനത്തെ പരാമർശങ്ങൾ? ടോവിനോടാ എന്നെക്കാളും സാറായിട്ട് മുമ്പെപ്പോഴും സുരേഷേട്ടാണ് കഴിഞ്ഞ സുരേഷേട്ടനോട് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം ഞങ്ങള് ഒരു ദിവസമല്ല കുറേ ദിവസങ്ങൾ ഷൂട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര രസമാണ് പുള്ളിയുടെ സെറ്റിലുണ്ടാവുക എന്ന് പറയുന്നത്. പുള്ളി തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു വെച്ചു. അത് നമുക്ക് പെട്ടെന്ന് പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ഒരു മനുഷ്യനാണെന്ന് തോന്നുകയാണെങ്കിലും ഭയങ്കര രസമുള്ള ഹ്യൂമർ സെൻസും ഇവർ രണ്ടുപേരും കൂടെയുള്ള സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര വർക്കായിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ചെറിയ റാങ്കിങ് പോലത്തെ, അപ്പൊ അതിനകത്ത് നല്ല ഹ്യൂമർ സെൻസുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുള്ളി സിനിമയിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പുള്ളി വളരെ ഹാപ്പി ആയിട്ട് നോക്കിയ സമയത്ത് അതായത് പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും കിട്ടിയില്ല. ബേസിക്കലി എനിക്ക് പേഴ്സണൽ പോലെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. സിനിമ മാത്രമല്ല ലോകം എന്ന് പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്. സെക്കൻഡറി സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ മാത്രമാണ്. അത് ഒരുപാട് ജോണർ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പൊ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു ഒരു പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു പിന്നെ പിന്നെ ആൾക്കാർക്ക് കാണാൻ ഒരു തൊഴിലുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തിനോട് പറയണം എന്ന് തോന്നിയുടെ പുറത്ത് നമ്മളായിരിക്കും. നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഉദയനാണെങ്കിൽ അത് ലോകദാസ് സാറും അതുപോലെ കൊച്ചനീപ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളി തന്നെ സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗ് നമുക്ക് വലിയ ഗെയിമുകളായിട്ട് തോന്നുന്നത് അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യണം. അത് വേറൊരു ആക്ടർ ചെയ്യുമ്പോൾ അത്ര ഗെയിമുകളാണ്. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിന് അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ഒരു ബിലീവബിലിറ്റി അതുപോലെ ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു വരാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരു നടത്തിയൊരു കാസ്റ്റ് ചെയ്യണം. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ആ ഡെലിവറി പിടിക്കുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാൾ വെച്ച് പറയുമ്പോൾ അവരപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിന് ഇൻഡയറക്ട്ലി എങ്കിലും ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ളതിന്റെ ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അപ്പൊ അത് അതാണ് ആ ഒരു മൊറാലിറ്റി, ആ മോറൽ ഒബ്ലിഗേഷൻ ഒക്കെ ഇയാൾക്ക് ആ സമയം ആകുമ്പോഴത്തേക്കും വന്നു എന്നുള്ളതാണ് ആ സിനിമ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞാൻ പേടിച്ചു പോലും ഒരാളെ വെച്ച് അങ്ങനെ ആർക്കും എനിക്കറിയാം. എനിക്ക് എന്തായാലും ഉണ്ടായില്ല. കണ്ടിട്ട് ആരെങ്കിലും മമ്മൂട്ടി ലാലത്തെ കുറിച്ച് ഞാൻ ചാവാൻ പോകുന്നത് ചാവേണ്ടി വരുന്നോ? കാരണം അത് പ്രാക്ടിക്കൽ അല്ല, സിനിമയിൽ കാണിക്കുന്നത് വേണ്ടിയിട്ടുള്ളൂ. അല്ല കണ്ടതാണോ സിനിമ കണ്ടിരുന്നോ? അങ്ങനെ പോസ്റ്ററായിട്ട് തോന്നിയോ? ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടക്കം മുതലേ പറയുന്നത് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു തിയേറ്റർ സൂപ്പർ സ്റ്റാറിന്റെ കടലിരിക്കുന്ന ആസിഫിന്റെ പേര് പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ട് അത് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടാം കളറൊക്കെ ഇതില്ലേ അതിനൊപ്പം വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പറയുന്ന ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ ഭയങ്കര ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല. ഉണ്ടായിരുന്നു, തുടക്കം മുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ സുരേഷ് ഏട്ടനാണെങ്കിൽ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ
ബാലുവിന്റെ കോസ്റ്റ്യൂംസിലൊക്കെ ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എൻ്റെ അടുത്ത് പറയുന്ന ലോകത്തിനകത്ത് കോസ്റ്റ്യൂംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലുവിന്റെ ആണെങ്കിലും ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് പറയും എന്ന് പറയുന്നത് നല്ലൊരു സുഖകരമാണ്. സൗദിയുടെ ക്യാരക്ടറുണ്ടായിരുന്നു, ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു കൊച്ചു എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്ദുവിന്റെ ക്യാരക്ടറുണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് കഥ പറയുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്ത് അറിയില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാൾ പോപ്പുലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ ചെയ്തിട്ട് പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മള് ആദിൽ ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സ് ഭയങ്കര രസമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും വായിച്ചൊക്കെ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാമെന്നല്ലാതെ പേഴ്സണലി എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യണ്ടേ, അത് ഉറപ്പായിട്ട് ചെയ്യും. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്ന നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും ആളുകളുണ്ട്. അറിവുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്നില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷേ ഈ ഇമാജിനേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയും മനസ്സിൽ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വൽ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരും പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനെ ഒരു ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിൽ അയാൾ വായിക്കുകയും അയാൾ സമയത്ത് ഉപയോഗിക്കും. അതിനുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ ഇപ്പോഴത്തെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ക്യാരക്ടറാണ്. എനിക്ക് നമ്മള് ഇയാളെ ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഇയാള് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് ചൂസ് ചെയ്തത്. നടികളുടെ ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അതിലൊരു കല്ലുമാലയൊക്കെ കഴിഞ്ഞിട്ട സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ സൗകര്യങ്ങളോട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിത്രത്തിൽ ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് എൻ്റെ അടുത്തിട്ട് കഥയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ കാണുമ്പോൾ ഈ സിനിമയുടെ മഞ്ഞുമലിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. കാര്യം അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണല്ലോ, ജീന അവിടെയായിരുന്നു ഡയറക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ട് ലൊക്കേഷനിൽ ഇവരോട് ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ അവിടെ ഇരിക്കും. കാര്യം എൻ്റെ അത്ര പരിചയമുള്ള ആൾക്കാരാണ് അവര്. ചീതുണ്ട്, ഗണമുണ്ട്, ബാലുണ്ട്, സൗഭാഗ്യമുണ്ട്, ജീനുണ്ട്, ഷൈനുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ചിന്തിരിക്കും. ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിലും അന്ന് അവിടെ സെറ്റ് ഇട്ടിരുന്നത് അവര് കാലടി ഒരു ഗോഡൗൺ സെറ്റ്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ആദ്യം പോകേണ്ട വലിയ സിനിമ. KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ വന്നാൽ മലയാള സിനിമ എന്ന് പറയുന്നത് അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ തോന്നിയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയുടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനന്ന് കമലാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുന്നു. അപ്പൊ അന്ന് പിറ്റേ ദിവസം അന്വേഷിക്കുന്ന അടുത്ത് റിലീസായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊമോഷണൽ പ്രസ് മീറ്റിനൊക്കെ ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നത് ഒരു വണ്ടി, എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്.
പ്രതീക്ഷകളൊക്കെ എത്തിച്ചില്ല. അത് വളരെ ഗംഭീരമായിട്ട് എല്ലാ സിനിമ അത് ഏറ്റവും വലിയ സക്സസ് നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ജുമലിലൂടെ കൂട്ടിയ സമയം സൗകര്യമായിട്ടാണ് അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സിനിമ പറയാൻ രസമുള്ള സിനിമയായിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാവും. അത് കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സംഭവിക്കും. എല്ലാ സിനിമയും നമ്മളെന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ന് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആകുന്നതിന് തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പരീക്ഷയുടെ അത് വരുന്ന സമയത്ത് ഞാൻ അതേ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എഫേർട്ടിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പൊക്കെ വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല രസമായിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയൊക്കെ, പുതു കാലഘട്ടത്തിന്റെ കഥയൊക്കെ, കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ ഉണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ളതാണെങ്കിൽ ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും എന്നുള്ള അഭാവങ്ങളിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയാൻ പറ്റുന്നതില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള കാര്യം കൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പ് ക്യാരക്ടറായിട്ടുള്ള ചിന്തിക്കുന്നത് പറഞ്ഞത് അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പൊ വലിയ വലിയ ആളുകളൊക്കെ കമലഹാസനൊക്കെ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷമൊക്കെ ഒരു സിനിമയിൽ തന്നെ. ഞാൻ ചെയ്ത ശരിയാവുന്നതൊക്കെയാണ് ഞാൻ അതിന് ചിന്തിച്ചത്. പക്ഷെ അതിനെ ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്യുന്ന സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 13 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര പ്രശ്നമില്ലാതെ അത്യാവശ്യം വൃത്തിയായി തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെ ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒരു അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ആളുകളാണ് ബേസിക്കലി അങ്ങനെ നെഗറ്റീവ് ആണോ പ്രേക്ഷകർ ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ സ്വപ്നം കണ്ടതിനൊക്കെ പൂർണ്ണത സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. കുറച്ച് പോസ്റ്ററുകളും ഒരു ടീച്ചറും മാത്രമേ ആ സിനിമ പുറത്തു വന്നിട്ടുള്ളൂ. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു. ഒരിക്കലുമില്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന ആക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾസും ഇതൊക്കെ കണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ഇത് ഫിക്ഷനിലാണ്. ഒരിക്കലും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല. അത് പലർക്കും തോന്നണം. ടോപ്പിക്കൊക്കെ ഓരോ സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട് ഞങ്ങളെ ഉദ്ദേശമാണ്. അതുപോലെ ആർക്കും തോന്നാം, ആക്ടേഴ്സിന് ആർക്കും തോന്നാം. അതൊരിക്കലും ആരും പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു നമ്മൾ ബേസിക്കലി എല്ലാവരും സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ ഇല്ലാതൊക്കെ സിനിമ വിജയിക്കണമെന്നും എല്ലാ സിനിമയും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് ആരെയും എനിക്ക് വരുന്ന എന്താ അറിയില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരു ടെംപ്ലേറ്റ് ആണ്. അതാരും അങ്ങനെ പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കും. പിന്നെ ഒരു ഡയലോഗ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു മെഡിക്കൽ റെപ്പ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. ആ കോശി സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയിൽ ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്ന പോലത്തെ ഫീൽ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താങ്കൾ മെഡിക്കൽ റിപ്പാണോ താൻ പറയുന്ന ഫീലില്ല. അത് മെഡിക്കൽ റിപ്പ് മോശം ജോലി ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതാണെന്നൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. അത് എന്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഡേവിഡ് പഠിക്കുന്ന സംസാരിക്കുന്ന ഡേവിഡ് പഠിക്കുന്ന ഭാഷയും ഡേവിഡ് സംസാരിക്കുന്ന ഡേവിഡിന്റെ ഭാഷയും പി കെ സംസാരിക്കുന്ന പി കെയുടെ ഭാഷയാണ്. അപ്പൊ അങ്ങനെ അതാണ് ശ്രമിച്ചേക്കുന്നത്. നമ്മളാരും ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ ഒന്നുമല്ല. അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്താലും കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കും. ഞാനാണോ ഈ അച്ഛനൊക്കെ ഗുരുവായൂരപ്പന്റെ പ്രൊമോഷൻ ഉടനെ അവരോട് ചോദിക്കും. കാര്യം ഞാൻ ഇദ്ദേഹം പറഞ്ഞിട്ട് വേണം അവകളിലൊക്കെ ചോദ്യം വെറുതെ ഞാനായിട്ട് ഡിസ്കഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അവൻ തന്നെ ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഞാൻ വിളിച്ചു വന്നാൽ അത് തമാശയായിരുന്നു. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ചായക്കടലൊക്കെ ചെന്ന് പയ്യനെ കേട്ട് പറഞ്ഞു ഞാനൊന്നും പറയല, ഞാൻ
ഞാൻ വിളിച്ചത് എന്താ തല്ലി കുളിക്കുക എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ് ഞാൻ ബേസിൽ Thank you.